Hello students, welcome back to XNY Learning. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നലെ ഫെബ്രുവരി 17th CBSEന്റെ മാത്സ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു സെറ്റ് 1 കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ കൃത്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. സോ നമുക്ക് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ, സെറ്റ് വൈസ് കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ സെറ്റിൽ ഡിഫിക്കൽറ്റി ഡിഫറൻസ് ഉണ്ട് എന്ന് അഭിപ്രായം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ സെറ്റ് 3 കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ടായിരുന്നു സെറ്റ് ബാക്കി സെറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള ഒരു അഭിപ്രായം വരുന്നുണ്ട്. പക്ഷേ എന്താണ് ഓവറോൾ എല്ലാ സെറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ അത് CBSEന്റെ മോഡൽ പേപ്പറുമായിട്ട് അലൈൻ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ മോഡൽ പേപ്പറൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ MCQസും എന്തായിരുന്നു, 3 സെറ്റിലും കൺസിസ്റ്റന്റ് ആയിരുന്നു. എങ്കിൽ പോലും ചില സെറ്റ്സിൽ കുറച്ച് അസേഷൻ റീസൺ ടൈപ്പ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എന്ന് അഭിപ്രായമുണ്ട്. ആൻഡ് ഇപ്പം ഡയറക്റ്റ് തിയറംസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 5 മാർക്സ് ക്വസ്റ്റ്യനിൽ കുറച്ച് പുതിയ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ ബേസിക് മാത്സിൻ്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ബേസിക് മാത്സിൽ കുറച്ചും കൂടെ ലെങ്തിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് എന്താണ് ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ആ ഒരു നമ്പേഴ്സിൻ്റെ ഒരു ക്ലീൻ അല്ലാത്ത നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രോബ്ലംസ് കാൽക്കുലേഷൻ കുറച്ച് ലെങ്തിയർ ആകുന്നുണ്ട് എന്നുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് സാധാരണ ചോദിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ട് ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് സെക്ഷൻ വൈസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ എ നമുക്കറിയാം MCQs ആണ്. നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. 1 മിനിറ്റിൻ്റെ ബിലോ ഒക്കെ നമ്മൾ ടൈം എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു പേപ്പറിൽ കിട്ടിയിരിക്കുന്ന MCQs എന്ന് പറയുമ്പോൾ അതിൽ 2 to 3 മിനിറ്റ്സ് ഒക്കെ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതേപോലെ B and C ആണ് നമുക്ക് കുറേ സ്റ്റുഡൻസിന് മാക്സിമം ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതാണ് കുറച്ചുകൂടെ ആ പേപ്പറിൽ നമുക്ക് സേഫ് ആയിട്ട് തോന്നിയ പാർട്ട് എന്നാണ് പറയുന്നത്. ആൻഡ് അതിൽ അധിക ക്വസ്റ്റ്യൻസും എന്തായിരുന്നു ഡയറക്റ്റ് NCERT അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് സെക്ഷൻ ഡിയിൽ വരുന്നതാണ് എന്ത് ലോങ് ടൈപ്പ് നമ്മൾ ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പ്രോബ്ലംസ്, എസ്പെഷ്യലി സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നൊക്കെ കുറച്ച് ചലഞ്ചിങ് പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ആൻഡ് സെക്ഷൻ ഇ നോക്കുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ CBSE ഇപ്പം അവരുടെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കുറച്ചൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ബേസിക് മാത്സിൻ്റെ ആ ഒരു പേപ്പറിലാണെങ്കിലും എന്താണ് കൂടുതലൊരു കോമ്പിറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് അവർ കുറച്ചും കൂടെ പ്രാധാന്യം നൽകുന്നുണ്ട് എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടായി പോയിട്ടുണ്ട് എന്ന് തോന്നുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. CBSE എന്ത് ചെയ്യും, ആ ഒരു പേപ്പേഴ്സൊക്കെ നോർമലൈസ് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എങ്ങനെ ആ സെറ്റ് 1 കുറച്ച് ക്വസ്റ്റ്യൻസ് MCQs നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ഏതാ ഞാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരും. യെസ്, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. LCM of 960 and 240 എന്ന് പറയുമ്പോൾ എന്താണ് 960 എന്നാണ് വരിക. കാരണം 960 ഈസ് ഓൾറെഡി എന്താണ് മൾട്ടിപ്പിൾ ഓഫ് 240 ആണ് എന്ത് 960. അപ്പോൾ 960 എന്നാണ് ഇവിടെ ആൻസർ വരുന്നത്. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നാച്ചുറൽ നമ്പർ 1 എന്ന നാച്ചുറൽ നമ്പർ നെയ്തർ പ്രൈം നോർ കോമ്പോസിറ്റ് ആണെന്ന് പറയാം. ആൻഡ് ഫോർ എനി നാച്ചുറൽ നമ്പർ n 5 raised to n ends with the digit. അപ്പോൾ 5ന്റെ ഏതൊരു പവർ എടുക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ആ ഒരു എൻ്റെ ചെയ്യുന്ന ഡിജിറ്റ് എന്ന് പറയുന്നത് ഏതായിരിക്കും 5 എന്നായിരിക്കും അല്ലേ. 5 സ്ക്വയർ എടുത്താൽ 25, 5 ക്യൂബ് 125. അപ്പോൾ ഏതിലും എൻ്റെ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് ഡിജിറ്റ് എന്ന് പറയുന്നത് 5 തന്നെയാണ്. ഗ്രാഫ് ഓഫ് y = f of x ഈസ് ഗിവൺ. അപ്പം ഈ ഒരു ഗ്രാഫ് നമ്മളോട് ചോദിച്ചിട്ടുള്ള സീറോസ് ഓഫ് y = f of x. നമുക്കറിയാം സീറോസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിനെ അവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ്സ് ആണ്. ദാറ്റ് ഈസ് 2 പോയിന്റ്സ് ആണ് ഇവിടെ എക്സ് ആക്സിസിനെ ഇന്റർസെക്ട് ചെയ്യുന്നതായിട്ടുള്ളത്. സോ ഓപ്ഷൻ C ആണ് ഇവിടെ ആൻസർ വരിക. ആൽഫ ആൻഡ് ബീറ്റ ആർ 2 zeros ഓഫ് എ പോളിനോമിയൽ. ഈ ഒരു പോളിനോമിയൽ 2 zeros ആണ്. ആൽഫ ആൻഡ് ബീറ്റ ചോദിച്ചിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ = ആൽഫ ബീറ്റ. അങ്ങനെയാണെങ്കിൽ P-ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ P-ന്റെ വാല്യൂ നമുക്കറിയാം സം ഓഫ് സീറോസും പ്രൊഡക്റ്റ് ഓഫ് സീറോസും യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. 2/3 ആണ് ആൻസർ വരിക. യെസ്, ഇഫ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആൻഡ് ഡിപ്പെൻഡന്റ് ആവാനുള്ള ആ ഒരു എന്താണ് ചോദിച്ചിട്ടുള്ളത് കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഡയറക്റ്റ് നമ്മളെ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരിക A1/A2, B1/B2, C1/C2 എല്ലാം ഈക്വൽ ആയിരിക്കണം. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് നോട്ട് AP? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, 7 സ്ക്വയർ
അതെന്തായിരിക്കില്ല, എ പിയിലായിരിക്കില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ ട്രയാങ്കിൾ എ ബി സിയും പി ക്യു ആറിലും എയും ക്യൂവും എന്നുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ബിയും ആറും എന്നുള്ള ആംഗിൾസും ഈക്വൽ ആണ്. എ ബി ഇസ് ടു എ സി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ക്യു ആർ ഇസ് ടു ക്യു പിനോടായിരിക്കും ഈക്വൽ ആയിട്ടുണ്ടാവാം. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 4A 3A ഫ്രം എക്സ് ആക്സിസ് ഈസ്. ഇപ്പോൾ 4A 3A ഫ്രം എക്സ് ആക്സിസ് നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഇതിലെ y കോർഡിനേറ്റിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 3A ഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് അവിടെ ആൻസർ വരിക. cos A is equal to 4/5, then value of tan A is. cos A 4/5 ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സൈനും ടാനും സൈനൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ tan A എന്താ വരിക? 3/4 ആയിരിക്കും tan A വരുന്നത്. യെസ്, 2 sin A is equal to 1, then the value of tan A plus cot A is. ഇവിടെ എന്താ ആൻസർ വരിക? 4/√3 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. From a point on the ground which is 60 meters away from the foot of a vertical tower, the angle of elevation of top of the tower is found to be 45 degree. The height of the tower is. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫിഗർ ജസ്റ്റ് വരച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ആ ഒരു ഹൈറ്റ് ഓഫ് ദ ടവർ അല്ലെങ്കിൽ ആ ഫുട്ട് ഓഫ് ദ ടവർ എന്നുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി ആണെങ്കിൽ ആ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും എന്ത് ആ ടവറിലേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. ഓപ്ഷൻ സി 60 ആയിരിക്കും ആൻസർ വരിക. In the given figure, PA and PB are tangents to a circle centered at O. If OAB is equal to 15 degree, then APB is equal to. OAB 15 ഡിഗ്രി ആണ്, ഇവിടുത്തെ ആംഗിൾ 15 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കും. ഏതായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ വരിക. In the given figure, PA and PB are tangent to circle centered at O. If AOB is equal to 130 degree, then APB is equal to. ഈ ഒരു സെൻട്രലുള്ള ആംഗിൾ 130 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് ദിസ് ആംഗിൾ. 180 ഈ ആംഗിൾ കുറച്ചതായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ എത്രയാണ് വരിക? 50 ഡിഗ്രി ആണ് വരിക. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അതേപോലെ ഏരിയാസ് ഓഫ് എ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ ആൻഡ് സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രീസ്. ഇതിന്റെ ആൻസർ വരുന്നത് എന്തായിരിക്കും? സെഗ്മെന്റിന്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സെക്ടറിന്റെ ഏരിയ കാണാം. സെക്ടറിന്റെ ഏരിയ കണ്ടിട്ട് ആ ഒരു സെഗ്മെന്റിലുള്ള ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി എന്ന് കിട്ടും. πr²/6 മൈനസ് √3/4 r² എന്ന് കിട്ടും. Hemispherical bowl is made of steel of thickness 1 cm. The outer radius of the bowl is 6 cm. Volume of the steel used is. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ വരിക. നിങ്ങൾ ചെയ്ത് നോക്കുക. ആ ബൗള് സെമിസ്ഫെറിക്കൽ ബൗൾ എന്ന് പറയുന്നുണ്ട്. അതിനൊരു 1 cm തിക്നെസ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ തിക്നെസ് വരിക. ഓക്കെ, ഇതാണ് 1 cm. ഇതിന്റെ ആ ഒരു തിക്നെസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആ തിക്നെസ് വരിക. ഇതിന്റെ റേഡിയസ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? യെസ്, റേഡിയസ് എന്ന് പറയുന്നത് 6 cm ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 6 cm ആണ് റേഡിയസ്. ഔട്ടർ റേഡിയസ് ആണ് 6 cm. അപ്പോൾ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഔട്ടർ റേഡിയസ് 6 cm ആണ്. ഇന്നർ റേഡിയസ് അപ്പോൾ എത്രയായിരിക്കും? 5 ആയിരിക്കും. കാരണം എന്താ? ഇവിടെ തിക്നെസ് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹെമിസ്ഫിയറിന്റെ ഔട്ടർ ആ വോളിയം കണ്ടിട്ട് ഇന്നർ ആയിട്ടുള്ള ഈ ഒരു വോളിയം മൈനസ് ചെയ്ത് കളഞ്ഞാൽ ഈ ഒരു പാർട്ടിന്റെ മാത്രമായിട്ടുള്ള വോളിയം നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യനിൽ ദ മീൻ ആൻഡ് മീഡിയൻ ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആർ 43 and 43.4. ദ മോഡ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ്. ഇതിന്റെ മോഡ് വരുന്നത് 44.2 ആയിരിക്കും ഇവിടെ ആൻസർ വരിക. നമുക്കറിയാം മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ആ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതേപോലെ പ്രോബബിലിറ്റി ഫോർ എ റാൻഡം സെലക്ടഡ് നമ്പർ ഔട്ട് ഓഫ് 1 2 3 4 up to 25 ടു ബി എ കോമ്പോസിറ്റ് നമ്പർ ഈസ്. യെസ്, ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 9 പ്രൈം നമ്പേഴ്സ് ഉണ്ടാവും. പിന്നെ ഏതുണ്ടാവും? 1 ഉണ്ടാവും. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ 9 കോമ്പോസിറ്റ് നമ്പറും പിന്നെ 1 കൂടെ കൂട്ടുമ്പോൾ 10 നമ്പേഴ്സ് ഉണ്ടാവും. 9 പ്രൈം നമ്പേഴ്സും ഒരു പിന്നെ 1 കൂട്ടുമ്പോൾ 10 നമ്പേഴ്സ് ഓൾറെഡി എന്തായി പോയി. ബാക്കിയുള്ളതൊക്കെ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും. എത്ര എണ്ണം ഉണ്ട്? 15 എണ്ണം ഉണ്ട്. യെസ്, അപ്പോൾ 15/25 ആയിരിക്കും ആൻസർ വരിക. സോ നമ്മൾ ഇത്രയും നേരം കുറെ MCQs സോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്കറിയാം CBSE പേപ്പറിൽ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് MCQs ആണ് വരുന്നത്. അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓപ്ഷൻസ് നിന്ന് സെലക്ട് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ആൻസർ ആണ് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു എക്സാമിന് കുറെ സമയമെടുത്ത അഭിപ്രായങ്ങളുണ്ട് അല്ലേ. കുറെ കുട്ടികൾക്ക് കുറച്ച് സമയം എടുത്തു ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ നിങ്ങൾ MCQ ചെയ്ത് നിങ്ങൾക്ക് അധികം പരിചയം ഉണ്ടാവില്ല, എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ആ ഒരു പ്രാക്ടീസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും എന്ത് വന്നിട്ടുണ്ടാവുക, കുറേ സമയം എടുക്കേണ്ടി വന്നിട്ടുണ്ടാവുക. സോ ഇവിടെ നമ്മൾ XandYന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് കോമ്പറ്റീവ് എക്സാംസിനുള്ള സപ്പോസ് JEE നീറ്റ് പോലെയൊക്കെയുള്ള കോമ്പറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങളെ ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ
അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് X&Yന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ പല അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഇങ്ങനെ MCQs ഒക്കെ വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഇപ്പോൾ 6th മുതൽ 10th വരെയുള്ള ക്ലാസ്സുകൾക്കാണ് നമ്മൾ ഫൗണ്ടേഷൻ പ്രോഗ്രാം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് JEE ബാച്ച് നമുക്ക് വരുന്നുണ്ട്. സോ 6th to 10th വരെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാം സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ USS, NMS അതേപോലത്തെ കുറേ കോമ്പറ്റേറ്റീവ് എക്സാംസിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോച്ചിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ കുറച്ച് റിസൾട്ട്സ് ഇവിടെ കാണിക്കാം. അതിന് മുന്നേ ഇതാണ് നമ്മളുടെ ടീം വരുന്നത്. എന്താണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ച ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ ഗൈഡ് ചെയ്യാനും ഇവിടെ ക്ലാസ് എടുക്കാനുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങൾക്ക് ജസ്റ്റ് കാണാം, IITs നിന്നും NITs നിന്നൊക്കെ പഠിച്ച് ഇറങ്ങിയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാനായിട്ട് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് ഒരു ബ്ലെൻഡഡ് ലേണിംഗ് സിസ്റ്റം ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഫുള്ളി ഓൺലൈൻ ആയിട്ടുള്ള വലിയ ലോങ് ഹവേഴ്സ് ആയിട്ടുള്ള ലെക്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഷോർട്ട് വീഡിയോസ് ആയിരിക്കും നമ്മളുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ 24/7 ഡൗട്ട് ക്ലിയറൻസും ഉണ്ടാവും. അതേപോലെ മെൻറ്റർഷിപ്പും ഉണ്ടാവും. ഓരോ സ്റ്റുഡൻസിനും ഓരോ മെൻറ്റേഴ്സിന് അസൈൻ ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ മെൻറ്റേഴ്സ് ആണ് അവിടെ നോക്കുക. യെസ്, സോ കുറച്ച് റിസൾട്ട്സ് ഞാനിവിടെ കാണിച്ചു തരാം. JEEയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള റിസൾട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ JEE 2024 റിസൾട്ട്സും അഗെയിൻ IOQM നമുക്കറിയാം. IOQM ഒളിമ്പ്യാഡ് എക്സാംസിന് ഉള്ള റിസൾട്ട്സ് ആണ്. RMOയിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ആയ IOQM ക്വാളിഫൈ ആയ സ്റ്റുഡൻസ് ആണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ അഗെയിൻ RMO ക്വാളിഫൈ ആയിട്ടുള്ള 2 സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ നിന്ന് ക്വാളിഫൈ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഇവിടെ ഉള്ളത്. ആൻഡ് RMOയിൽ കേരള റാങ്ക് നമ്പർ 1 നമ്മളുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള പൂജ മോഹനാണ്. ഓക്കെ, അതേപോലെ തന്നെ NMMS ആൻഡ് SLCക്ക് ഫുൾ A+ കിട്ടിയവരുടെ ലിസ്റ്റാണ്. 170 സ്റ്റുഡൻസിൽ 125 പീപ്പിളിനും എന്ത് കിട്ടിയിട്ടുണ്ട്, ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ CBSEന്റെ റിസൾട്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ അങ്ങനെ അതേപോലെ USS 2025 90% ഓഫ് ദി സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, USS സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ഡിഫറെൻറ്റ് റിസൾട്ട്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. യെസ്, ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ഫാമിലിയിലോ സിബ്ലിങ്സിനൊക്കെ ഇതേപോലെ നല്ല ഹൈ അച്ചീവേഴ്സായി മാറണം. അതേപോലെ തന്നെ വലിയ ആഗ്രഹങ്ങളുണ്ട്, നീറ്റ് അല്ലെങ്കിൽ വലിയ IITയിലൊക്കെ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം, ഫൗണ്ടേഷൻ പ്രോഗ്രാം സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. MCQയിലെ ആ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് അല്ലെ. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 19 and 20 ക്വസ്റ്റ്യൻസ്. ഇതിൽ എന്ത് ചെയ്യണം, അസേഷൻ ആൻഡ് റീസൺ ടൈപ്പിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അസേഷനും റീസണും അവിടെ വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം രണ്ടും ശരിയാണോ എന്ന് നോക്കാം. ഓക്കെ, രണ്ടും ശരിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അസേഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ റീസൺ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ഇപ്പോൾ അസേഷൻ ശരിയെങ്കിൽ അസേഷൻ ഈസ് ഫാൾസ്, റീസൺ ഈസ് ട്രൂ എന്ന് പറയാം. അല്ലെങ്കിൽ റീസൺ ശരിയല്ല എന്നുണ്ടെങ്കിൽ, തെറ്റാണെന്നുണ്ടെങ്കിൽ റീസൺ ഫാൾസ് ആണ്, അസേഷൻ ട്രൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് സർഫസ് ഏരിയ ഓഫ് ദി ക്യൂബോയിഡ് ഫോംഡ് ബൈ ജോയിനിങ് two cubes of sides 4 cm each and to end is 160 cm². അത് അസേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്, സർഫസ് ഏരിയ ഓഫ് ക്യൂബോയിഡ് ഓഫ് ഡയമെൻഷൻസ് L × B × H is LB + BH + HL. ഓക്കെ, സോ ഇവിടെ എന്താണ് വരിക, ഈ ഒരു റീസൺ തെറ്റാണ്. ഇവിടെ 2 × LB + BH + HL എന്ന് വരണം. സോ ഇവിടെ റീസൺ തെറ്റാണ്, പക്ഷെ അസേഷൻ കറക്റ്റ് ആണ്. സോ ഇവിടെ ഫസ്റ്റത്തേന് ഏതാ ഓപ്ഷൻ വരിക, അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ് എന്നാണ് വരിക. സോ ഇത് ഓപ്ഷൻ C ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ആൻഡ് ഇതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മീൻ ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n - 1/2 എന്ന് പറയുന്നുണ്ട്. സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n × n + 1/2 എന്ന് പറയുന്നുണ്ട്. റീസൺ കറക്റ്റ് ആണ്, പക്ഷേ ഒരു അസേഷൻ റോങ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ അസേഷൻ ഈസ് ഫാൾസ്, റീസൺ ഈസ് ട്രൂ എന്നാണ് ഇവിടെ ഓപ്ഷൻ വരേണ്ടത്. സോ ഓപ്ഷൻ D ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഇതാണ് ഇതിൽ വന്നിട്ടുള്ള MCQ പാർട്ട് എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയില്ല, കുറച്ചൊരു ഈസി ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു, സെറ്റ് 1. സോ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഡിഫറെൻറ്റ് സെറ്റ്സിൻ്റെ ആൻസർ കീസ് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുള്ളി ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, യെസ്, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം. അപ്പം എല്ലാവർക്കും നല്ലപോലെ പഠിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി റിസൾട്ടും അതുപോലെ തന്നെ അടിപൊളിയായിട്ട് വരട്ടെ, നല്ല മാർക്കൊക്കെ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ.